ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു എക്സ്ട്രീം ഡെസ്ക് മേക്ക് ഓവറാണ് സംഭവം. എൻ്റെ തൊണ്ടയ്ക്ക് ഇത്തിരി കിച്ചുണ്ട്. കാരണം എനിക്കൊരു കോൾഡും ഫീവറും പിന്നെ ത്രോട്ട് പെയിനും വന്നിട്ടുണ്ട്. എല്ലാം കൂടി എന്നെ അറ്റാക്ക് ചെയ്തതാണ്. സത്യത്തിൽ എനിക്കിപ്പോൾ സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കഷ്ടിച്ചാണ്. ഞാൻ വിചാരിച്ചതായിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഡെസ്ക് എന്തായാലും എൻ്റെ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ഓടിപ്പോയിട്ട് വിചാരിച്ചാണ് ഡെസ്ക് മേക്ക് ഓവർ ചെയ്താലോ എന്ന്. എനിക്ക് ഈ ഡെസ്ക് മേക്ക് ഓവറാണ് ഇൻസ്പിറേഷൻ കിട്ടിയത് നിനു ഷാജി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ യൂട്യൂബ് ചാനൽ അറിയായിരിക്കാം. സത്യത്തിൽ എൻ്റെ ഓൾമോസ്റ്റ് ഫേവറേറ്റ് ഒരു യൂട്യൂബ് ചാനലാണ് ഈ നിനു ഷാജി എന്നൊക്കെ പറഞ്ഞ നിനു ഷാജി കടൽ ക്ലൗഡ് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ, വെൽ വിഷർ, മീ ആൻഡ് മൈ ഫെയർ, എല്ലാ ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമാണ്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ പ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതും കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വീഡിയോ പോസ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ കാണണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ് ചെയ്യുകയാണ്. എൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സാധനത്തിനും പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡസ്റ്റ്ബിന്നിന് ഞാൻ ഒരു മൂടിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആ മൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു ഡസ്റ്റ്ബിൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മൂടിയില്ല. അപ്പോൾ അതിൽ മൂടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൂടി അതിൽ വെക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് വെച്ചു. സംഭവം ഓപ്പൺ ആകുമ്പോൾ കാർഡ്ബോർഡ് തെറിപ്പിച്ചാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി പിന്നെ അങ്ങനെ നേരെ വെച്ചു. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള സാധനത്തിൽ ഞാൻ എൻ്റെ കുറച്ച് ഓൺലൈൻ സപ്ലൈസസാണ്. എനിക്ക് എടുക്കാൻ സിമ്പിളായിരിക്കണം. നേരത്തെ ഞാൻ കുറച്ച് ഒരു ഫയലിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. അതിൽ എനിക്ക് ലാസ്റ്റ് ഫൈനൽ പോട്ട് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പേപ്പർ ഞാൻ ഒഴിവാക്കിയതാണ് ഗൈസ്. കാരണം എനിക്കിത് വെക്കാൻ സ്ഥലമില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്തിരി വലുതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കവായ് സ്റ്റിക്കറാണ്. എൻ്റെ കവായ് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ എനിക്ക് 5 കവായ് സ്റ്റിക്കർ എന്തോ ഷീറ്റ് ഉണ്ടായിരുന്നു. ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവായ് സ്റ്റിക്കറെല്ലാം കുഞ്ഞിതാക്കി. എന്നിട്ട് ഞാനിങ്ങനെ വെട്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ എൻ്റെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളത്. കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റോൺസ്, ക്രിസ്റ്റൽസ് അതുപോലത്തെ സംഭവങ്ങൾ, പിന്നെ പ്രിൻ്റഡ് സ്റ്റിക്കേഴ്സ്, അതൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ മാക്സിമം ഈ വീഡിയോ എസ്തറ്റിക് ആകാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ ഞാൻ നിനു ഷാജിയിലും കണ്ടിട്ടുണ്ട്, പിന്നെ കടൽ ക്ലൗഡിലും കണ്ടിട്ടുണ്ട്. ഈ 2 യൂട്യൂബ് ചാനൽ ഞാൻ റീസെൻ്റ്ലി വാച്ച് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ്. മാക്സിമം ഞാൻ അവരുടെ എല്ലാ ഗീവവേസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സത്യത്തിൽ ഓൾമോസ്റ്റ് എൻ്റെ ഫേവറേറ്റാണ് അവർ. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയും. ഇത് സത്യത്തിൽ വീട്ടിൽ 2 പ്രിങ്കിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ആ സാധനമാണിത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളതെല്ലാം. കുത്തിക്കയറ്റി വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഇല്ലാത്തതല്ല, ഇതിൽ സ്പേസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ഹോൾഡർ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ പൊക്കത്തുള്ള ഒരു സംഭവമാണ് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സാധനം എടുത്തിട്ട് ഞാൻ ഇതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഇങ്ങനെ ക്യാൻഡിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം എടുത്തിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെപ്റ്റോയുടെ കൊറിയർ വന്ന പാക്കേജിൻ്റെ പുറകിലുണ്ടായിരുന്നതാണ്. സത്യത്തിൽ ഇത് എൻ്റെ അല്ല, എൻ്റെ നെയ്ബറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. എനിക്കത് കിട്ടിയപ്പോൾ തന്നെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചാനലൊക്കെ യൂസ് ചെയ്യാം. എന്തായാലും അതിൽ ജാനുവരി തൊട്ട് ഡിസംബർ വരെ ഉണ്ട്. അതിൽ ഓരോ പിക്ചേഴ്സ് കൊടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ കടൽ ക്ലൗഡ് നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബട്ട് കടൽ ക്ലൗഡ് ഉണ്ടാക്കിയത് വേറെ, ഞാൻ ഉണ്ടാക്കിയത് വേറെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ ക്ലൗഡ് അതിലൊരു ഓട്ട ഇട്ടിട്ട് കുത്തിക്കയറ്റിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓട്ട ഇട്ടു എന്നിട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് ആ സാധനം ഇരിക്കുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഫ്ലെക്സി കൊണ്ട് അത് അങ്ങ് ഒട്ടിച്ച് വെച്ചു. ഈ പെട്ടി ഒരു ഷെൽഫ് എന്ന് പറയുന്നത് ഞാൻ മലയാളി മോം യൂട്യൂബ് ചാനൽ ഇൻസ്പയർഡായി ചെയ്തതാണ്. സത്യത്തിൽ ഇത് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫുള്ളും ഇത്തിരി മെസ്സി ആയിട്ട് ഇരിക്കണമായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു A4 പേപ്പർ കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് സംഭവം. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് സ്റ്റാമ്പ്, കുറച്ച് പേപ്പർ, പിന്നെ ഒരു ഫോയിൽ പേപ്പറാണ്. പിന്നെ ഒരു 2 കഷ്ണം എന്തോ ഉള്ളൂ
സ്റ്റിക്കി നോട്ട്സും. പിന്നെ അതിനകത്ത് ഇടയ്ക്കൊന്ന് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്. സപ്പോസ് അത് അറിയാണ്ട് എന്തോ ഓണായിപ്പോയതാണ്. പിന്നെ അപ്പോൾ തന്നെ അത് ഓഫാവുകയും ചെയ്തു. അപ്പോൾ പിന്നെ സ്റ്റാപ്ലർ പിന്നും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ടർ വെച്ചു. പിന്നെന്താ വെച്ചാൽ ഞാൻ പൊക്കത്തിരുന്ന റബ്ബർ അങ്ങോട്ട് തികയുന്നില്ലായിരുന്നില്ല. അപ്പോൾ അടിയിലേക്ക് എടുത്ത് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞ ഓർഗനൈസർ, അത് സത്യത്തിൽ ഞാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓർഗനൈസറാണ്. കാരണം അതിത്തിരി പാടായിരുന്നു ഉണ്ടാക്കാൻ. ഞാൻ ഫ്ലെക്സ് ക്യൂ കൊണ്ടല്ല ഒട്ടിച്ചത്, ഫെവിക്കോൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി പാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡോംസിൻ്റെ ഞാൻ ഇന്നലെ പോയി മേടിച്ചിട്ട് വന്ന സാധനമാണ്. എൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കാല് കാണുന്നുണ്ടാവാം. നിങ്ങൾ ക്ഷമിക്കുക എന്നോട് ഗൈസ്. അത് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേ അമ്മ ചാടിക്കയറി ഇവിടെ നിന്ന് കിടന്നതാണ്. അതാണ് ഈ കാല് കാണുന്നത്. എന്ത് ചെയ്യാനാണെന്ന് നോക്കണം ഗൈസ്. ഇനി അത് മാറ്റണമെന്ന് എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഈ വീഡിയോ എസ്തെറ്റിക്കാവും നോക്കി, ബട്ട് പറ്റുന്നില്ല. ഇനി നുഷാജിനെയൊക്കെ പോലെ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ക്ലിപ്സ് അവർ കാണിച്ചിട്ടാണല്ലോ വീഡിയോയിലേക്ക് തുടങ്ങുന്നത്. ബട്ട് എനിക്ക് അങ്ങനത്തെ ക്ലിപ്സ് കാണിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. ഓക്കെ ഗൈസ്. അപ്പോൾ പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതും ഞാനിവിടെ ജസ്റ്റ് എൻ്റെ കുറച്ച് ബുക്കും കുറച്ച് ട്രാൻസ്പെറൻസി സ്റ്റിക്കി നോട്ടും പിന്നെ വേറെ നോർമൽ സ്റ്റിക്കി നോട്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു കപ്പിൽ ഞാനൊരു മലയാളിമം തന്നെയാണ് അതും. പിന്നെ ഈ ഡസ്റ്റ്ബിൻ ഞാൻ വെച്ചത് അതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? സത്യത്തിൽ നന്നായി ഇഷ്ടമായി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ബട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ മതി. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനി റൂം മേക്കോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ നോക്കാം. ദെൻ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.